സാറുമാര് പറയാണ്, നീ ഒരു കാര്യം, നിനക്ക് കൊച്ചിനെ കാണുന്ന അത്ര കൊതിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 മണിയാകുമ്പോ ക്ലാസ് കഴിയും, നീ അവരാരും കണ്ണി പെടാണ്ട് മാറി നിന്ന് കണ്ടോളാം. ഞാൻ കൊച്ചിലെ തന്തയാണോ? എനിക്ക് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കുന്ന ഞാൻ കൊച്ചിലെ തന്തയാണോ? അവന്റെ അപ്പം വന്നു കഴിഞ്ഞാൽ അവനെ കാണിച്ചു കൊടുക്കണ്ടെന്നുള്ള റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്കൂളിൽ എല്ലാവർക്കും ഇട്ട് കുത്താനും എല്ലാവരും ഇട്ട് പഴിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു വസ്തുവായിട്ട് മാത്രം എന്നെ വെക്കല്ലേ. ഞാനൊരു മനുഷ്യനാണ്, അത് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക. ഞാൻ ആരെയും കൊന്നിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ആരെ നശിപ്പിച്ചിട്ടോ ഒന്നും ചെയ്തില്ല. ഞാൻ ആർക്കെങ്കിലും ഒരു വിവരം ഉണ്ടാക്കി ഞാൻ ആരെങ്കിലും വീട്ടോട്ട് വന്നിട്ടുണ്ടോ? ഈ പറയുന്ന ആളുകൾ പെണ്ണ് കിടന്ന് കരയുമ്പോൾ അല്ലെങ്കിൽ പെണ്ണ് കിടന്ന് പറയുമ്പോഴത്തേന് ഒരു ആളെയും മൊത്തത്തിൽ ഇങ്ങനെ ആക്കല്ലേ. എനിക്ക് ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അമൽ, ഇച്ചായൻ, കുഞ്ഞാറ്റ, ഇവരുടെ രണ്ടുപേരുടെ ഫാമിലിക്കകത്ത് നടക്കുന്നൊരു വല്ലാത്തൊരു ട്രാജഡി. അപ്പോൾ അത് കുഞ്ഞിൻ്റെ കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പ്രശ്നം നടക്കുന്നു. ഈ ഒരു വിഷയമായിട്ട് ഇത് കണ്ടിന്യൂ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഇത് കാണുക, അല്ലാത്തവർ ദയവായി മറ്റെന്തെങ്കിലും നല്ല സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കാണുക. ഞാൻ നിങ്ങളുടെ മാന്യമായിട്ട് തന്നെ വിനീതമായിട്ട് പറയുകയാണ് കേട്ടോ, അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ബയാസ്ഡ് ആയിട്ടൊന്നും ആയിരിക്കത്തില്ല. ചിലരുടെയൊക്കെ തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുക. അങ്ങനെയൊന്നുമല്ല. എനിക്ക് എൻ്റെ മുമ്പിലുള്ള ശരികൾ വെച്ചാണ് സംസാരിക്കാറുള്ളത്. അതിനകത്ത് ഞാൻ ആ ഒരു കാര്യത്തിന് എങ്ങനെയാണോ ഞാനത് പറയാൻ ശ്രമിക്കുന്നത് ഞാനത് പറയും. മറിച്ച് മറ്റൊരു തരത്തിലാണ് ആ ഒരു കാര്യത്തിലൊരു മാറ്റം വരുവാണെങ്കിൽ അത് അങ്ങനെ സംസാരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്താണ് സംഭവം. ഞാൻ കൊച്ചിനെ കാണാൻ വേണ്ടി വന്നു. ഇവർ പറയണ പോലെ ഒന്നും അല്ല കേട്ടോ കാര്യം. ഞാൻ സ്കൂളിലാണ്, ഇവിടെയാണ് അവൻ പഠിക്കണം ഇപ്പോൾ. പക്ഷെ എന്നെ കൊച്ചിനെ കാണിച്ചു തന്നില്ല കേട്ടോ, എന്നെ കൊച്ചിനെ കാണിച്ചു തന്നില്ല. അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ ക്ലാസ് ടൈമിൽ കാണിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിനെ ചേർക്കാൻ വേണ്ടി വന്ന ആളുകൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കൊച്ചിനെ കാണിച്ചു കൊടുക്കണ്ട, അവൻ്റെ അപ്പം വന്നു കഴിഞ്ഞാൽ അവനെ കാണിച്ചു കൊടുക്കണ്ട എന്നുള്ള റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്കൂളിൽ ഇവിടെ ഉണ്ട്, ഞാൻ നുണ പറഞ്ഞല്ല. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലാണ് പിന്നെ ഇവർ അപ്പം വന്നു കഴിഞ്ഞാൽ അപ്പൻ്റെ എല്ലാ ഇതും ഉണ്ട്, കോപ്പുണ്ട്, കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയുന്നത്? എന്ത് യോഗ്യതയുള്ളവർക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട്? ഞാൻ എൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ ഈ പറയണ മികായലിൻ്റെ അമ്മ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്റ്റോറി ഇട്ടിരുന്നു. അതെനിക്ക് കുറച്ച് പേര് അയച്ചു തന്നു. അത് കണ്ടിട്ട് ഞാൻ രാവിലെ വെളുപ്പിനെ ബസ്സും കയറി ഞാൻ ഇങ്ങോട്ട് പോകുന്നതാ. ബസ്സും കയറിയിട്ട് ഇവരെന്താ ഈ പറയണേ? ഞാൻ സ്കൂളിൽ എടുത്തിട്ടുണ്ട്. ഞാൻ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ കാണിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാ. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അമൽ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിലേക്ക് പോയി. അപ്പോൾ സ്കൂളിലേക്ക് പോയ സമയത്ത് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് സ്കൂളിൻ്റെ അധികൃതർ പറഞ്ഞു എന്നുള്ളതാണ്. ശരിക്കും സ്കൂൾ എന്നുള്ളൊരു സ്ഥലത്ത് അതിന് ഒരു വ്യക്തമായ അവർക്ക് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് പെട്ടെന്നൊരു കുട്ടിയെ ഇപ്പം പുറത്തുള്ള ആരാണെങ്കിലും ഇപ്പം അവിടെ ഗാർഡിയൻ ഉണ്ടാവുമല്ലോ, ലോക്കൽ ഗാർഡിയൻ ആയിരിക്കും അവിടെ പോവുകയും വരികയും. ആരാണോ ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ, അവർക്ക് മാത്രമേ ആ കുട്ടിയെ കാണാനോ വിളിച്ചുകൊണ്ട് വരാനോ ഒക്കെ കഴിയുള്ളൂ. അല്ല വേറൊരാൾക്ക് പുറത്തുനിന്ന് പ്രവേശനം കാണത്തില്ല. അത് എല്ലാ സ്കൂളുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സംഭവം. ഇവിടെ അമൽ പറയുന്ന ആ ഒരു സ്റ്റോറി എന്താണ് സ്റ്റോറി എന്നുള്ളത് എനിക്കറിയത്തില്ല. അത് ആരാണ് മിഖായലിൻ്റെ അച്ഛൻ അമ്മ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല. അത് ആരോ ആയിക്കോട്ടെ. അപ്പോൾ അത് കണ്ടിട്ട് ഇദ്ദേഹം ആ സ്കൂളിലേക്ക് വന്നു എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞാറ്റ പറഞ്ഞു വെച്ചത് കുഞ്ഞിനെ തടഞ്ഞു വെച്ചിട്ടില്ല, കുഞ്ഞിനെ വേണമെങ്കിൽ കാണാമെന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇദ്ദേഹം ഈ സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാനൊരു കാര്യം പറയാം. സ്കൂളിലേക്ക് ആയിരുന്നില്ല അവിടെ പോകേണ്ടത്. കാരണം സ്കൂളിൽ പോയിട്ട് കുഞ്ഞിനെ കാണണം എന്ന് പറയുമ്പോൾ ആ സ്കൂൾ അധികൃതർക്ക് ആ കുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ കുട്ടിയെ അവിടെ ചേർത്തവരാരാണോ അവർക്ക് അവരുടെ അനുവാദമില്ല, അതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് അവരുടെ പരിമിതിയാണ്. അല്ല എങ്കിൽ ഈ പറയുന്ന വീട്ടുകാർ സമ്മതിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ഇനി അമലിനെ ചിലപ്പോൾ വിചാരിക്കും, നമ്മൾ ഈ ബാക്കി കുറേ ആൾക്കാർ എൻ്റെ ഇൻബോക്സിൻ്റെ അകത്തൊക്കെ സംസാരിച്ചിരുന്നു. അതായത് നിങ്ങളെന്താ ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുന്നത്? ആ പയ്യൻ അയാളും ഈ കുട്ടിയുടെ അച്ഛനല്ലേ? അപ്പം ആ ഒരു അച്ഛൻ്റെ ഒരു വേദന കൂടെ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ വേദനയും അമ്മയുടെ വേദനയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും ട്രോമ കണ്ടീഷനിലേക്ക് ഫ്യൂച്ചറിൽ പോകാൻ സാധ്യതയുള്ള ആ കുട്ടിയുടെ അവസ്ഥയും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പലതും സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് അമലിൻ്റെ ലൈഫിലേക്ക് നന്നായിട്ട് പോട്ടെ, അതുപോലെ തന്നെ കുഞ്ഞാറ്റയുടെ അവിടെ മാൾട്ടയിൽ എന്തോ പഠിക്കുന്നു, അതിനുശേഷം ജോലിയോ മറ്റുള്ള കാര്യങ്ങളായിട്ടൊക്കെ ആ കുട്ടിയും പോട്ടെ എന്നുള്ളതടക്കം ആ ഒരു തരത്തിലേക്ക് ആണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ അമൽ എന്നുള്ള ഒരു വ്യക്തി ലോകത്തിൽ ഏറ്റവും വലിയ മോശപ്പെട്ട വ്യക്തിയെന്നോ അല്ലെങ്കിൽ മറ്റേ കുഞ്ഞാറ്റ എന്നുള്ള വ്യക്തി ലോകത്തിൽ ഏറ്റവും നല്ല വ്യക്തിയെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അത് ഓരോ വ്യക്തികൾക്കനുസരിച്ച് നമ്മൾ കാണുന്ന വിഷയങ്ങളിലാണ്, നമുക്ക് അവരുടെ ഉള്ളറകൾ എന്താണ് നമുക്കറിയത്തില്ല. ഇനി മെയിൻ സംഭവം, ഇദ്ദേഹം സ്കൂളിലേക്ക് പോയ സമയത്ത് ഞാൻ ഇത് വളരെ വിനീതമായിട്ട് തന്നെ പറയുന്നു, ഒരാളുടെ പക്ഷത്ത് നിൽക്കാതെ പറയുന്നു. ഇതെവിടെയാണ് തീരേണ്ടത്? ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വിഷയം സ്കൂളിലോ വീട്ടിലോ എന്നുള്ള സംഭവത്തിനപ്പുറം ആ കുട്ടിക്ക് വേണ്ടിയിട്ട് താങ്കൾ അഥവാ അമൽ ചെയ്യേണ്ടത് ഒരു നിയമപരമായ നീക്കം നടത്തുക എന്നുള്ളതാണ്. എൻ്റെ കുട്ടി എനിക്ക് കാണാൻ സമ്മതിക്കുന്നില്ല, എൻ്റെ കുട്ടി എന്നെ കാണിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് താങ്കളുടെ പരാതി എങ്കിൽ സ്കൂളിലോ ആ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലോ പോയാൽ നിങ്ങൾക്ക് മേൽ കേസ് വരും.
എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനപ്പുറം നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ കുട്ടിയെ കാണണം, എൻ്റെ കുട്ടിയെ കാണാൻ അവർ അനുവദിക്കുന്നില്ല, അമ്മയുടെ വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ താങ്കൾ ദയവായി നല്ലൊരു അഡ്വക്കേറ്റിനെ വെച്ച് ഒരു കോടതിയിലേക്ക് ഒരു ഇത് കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക നിങ്ങൾ കാണിക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ഈ കോടതിയിലേക്കും മറ്റേ കേസിലേക്ക് പോകേണ്ട ഒരു വിഷയം നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതിലൂടെ അതിൽ നിന്ന് നിങ്ങൾക്ക് കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിയമപരമായിട്ട് അറിവുള്ള ആൾക്കാർ, ജ്ഞാനമുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കിയാൽ വളരെ സന്തോഷം. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുള്ളൂ, എന്ത് അടിസ്ഥാനത്തിലത് എനിക്ക് എന്റെ കൊച്ചിനെ ഒന്ന് കാണിച്ചു തരാനേ ചോദിക്കുന്നുള്ളൂ. ഞാൻ കൊച്ചിനെ കൊണ്ടുപോകാനോ കൊച്ചിനൊരു സാധനം കൊടുക്കാനോ ഒന്നുമല്ല ഞാൻ വന്നേ. എനിക്ക് എന്റെ കൊച്ചിനെ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പം അവർ ശരിയാണ്, നമുക്ക് ഒരിക്കലും സ്കൂളുകാരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെ ഇതുണ്ടാവും. കാരണം ഓൾറെഡി കൊച്ചിനെ ഒന്ന് കാണാൻ പോലുള്ള അനുവാദം പോലും ഇല്ല. എന്നിട്ട് പറച്ചിൽ പറയുമ്പോൾ തന്നെ വലിയ കമന്റിൽ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഇവര് കരക്കാരെടുത്ത് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. വീഡിയോയിലും കമന്റും കാര്യം ഇടുന്നുണ്ട്. ഞാൻ എന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി വന്നിട്ട് എന്നെ കാണിച്ചു പോലും തരുന്നില്ല. എന്നിട്ട് എന്നോട് സാറുമാര് പറയാണ്, നീ ഒരു കാര്യം, നിനക്ക് കൊച്ചിനെ കാണുന്ന അത്ര കൊതിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 മണിയാകുമ്പോ ക്ലാസ് കഴിയും, നീ അവരാരും കണ്ണി പെടാണ്ട് മാറി നിന്ന് കണ്ടോളാം. ഞാൻ കൊച്ചിലെ തന്തയാണോ? എനിക്ക് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കുന്ന ഞാൻ കൊച്ചിലെ തന്തയാണോ? ഇതൊക്കെ നമ്മളോട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് വന്നിട്ട് സംസാരിച്ചിട്ട് അമലിന് തോന്നുന്നുണ്ടോ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇതുണ്ടാകുമെന്ന്? ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഒരു സംഭവം നിൽക്കുന്നത് കോടതിയുടെ മുമ്പിലേക്ക് നിൽക്കുന്നൊരു പ്രശ്നമാണ്. അതായത് താങ്കളും നമ്മുടെ ഈ കുഞ്ഞാറ്റയും തമ്മിലുള്ള വിവാഹബന്ധം അത് രണ്ട് വഴിക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ആ വഴിക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിയുടെ അടുത്തുള്ള രക്ഷകർതൃത്വം അല്ലെങ്കിൽ ഗാർഡിയൻഷിപ്പ് ആരാണ് അത് ഏറ്റെടുക്കുക എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് കോടതിക്കല്ലാതെ വേറെ ആർക്കും തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അത് ആ വഴിക്കല്ലാതെ വേറെ ഒന്നും. ഇതിപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ഒരു സംഭവം. ഇപ്പം അമൽ പറഞ്ഞു, കുട്ടിയെ ഞാൻ കാണാൻ വേണ്ടിയിട്ട് പോയി, എല്ലാവരും അവർ പറയുന്നു കാണാൻ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടും കാണിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ഒരു പരാതിയായിട്ട് സ്വാഭാവികമായിട്ടൊരു അച്ഛനാണ്, അച്ഛൻ്റെ ഒരു വേദന എന്നുള്ള രീതി കൺസിഡർ ചെയ്തിരുന്നാലും കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സാഹചര്യത്തിൽ ആ കുട്ടിയെ കാണിക്കാത്ത സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞാലും പെട്ടെന്ന് അവർ ചിന്തിക്കുന്നത്, ഹൈപ്പോത്തറ്റിക്കലി അവർ ചിന്തിക്കുന്നത് എന്താണ്, ഈ കുട്ടിയെ ചിലപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് എന്താണെന്ന് സംഭവം. ഇപ്പോൾ സ്കൂൾ അധികൃതർ കാണിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരായിരിക്കും കേസ് വരിക. ഈ കുട്ടിയെ കാണിച്ചു കൊടുത്ത് കുട്ടിയുടെ അച്ഛൻ കുട്ടിയെ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ വീട്ടുകാർ സ്വാഭാവികമായിട്ട് സ്കൂളിനെതിരെ കേസ് കൊടുക്കും. അത് ഇപ്പോഴാണെങ്കിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. അപ്പോൾ അതൊരു ഭയങ്കര സെൻസേഷനലൈസ്ഡ് ആയിട്ട് ഇഷ്യൂ ആയിട്ട് വേറെ ലെവലിലേക്ക് മാറും. പകരം ഇതൊന്നും വേണ്ട, നല്ലൊരു അഡ്വക്കേറ്റിന് മുഖാരം നേരെ കോടതിയിൽ പോവുക, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം, എൻ്റെ കുഞ്ഞിനെ കാണാൻ അനുവദിക്കണം, കോടതി അതിനോട് നടപടിയോ ഇടപെടലോ നടത്തണമെന്നുള്ള രീതിയിൽ കോടതിയിലേക്ക് പോയി സമർപ്പിച്ചാൽ മതി, അതിനുള്ളൊരു തീരുമാനം ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഇത് സോഷ്യൽ മീഡിയക്കകത്ത് ഒരു ഫൈറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിൽ ഗുണമുണ്ടാകുന്ന എനിക്ക് വിശ്വാസമില്ല. ഇത് ആരുടെ ഭാഗത്തു നിന്നും പറയുന്നതല്ല, ഞാൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, അവരെ ഒരു കാരണം വെച്ചാലും വിശ്വസിക്കരുത്. കാരണം പറയുന്ന കാര്യങ്ങൾ മൊത്തം നുണയാ. അവര് നിങ്ങളുടെ നാട്ടുകാരുടെ മുതലും കണ്ണിൽ പൊടിയിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തം ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ വേണ്ട എന്ന് ഓർത്ത് സഹിച്ച് ക്ഷമിച്ചാ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒഴിവായി പോട്ടെന്ന് ഓർത്ത് മിണ്ടാതിരിക്കുമ്പോ നമ്മള് എന്റെ കൊച്ചിനെ കാണിച്ചു തരാൻ പാടില്ല, എനിക്ക് ഒന്ന് കാണിച്ചു തരാൻ പാടില്ലേ? ഞാൻ അവരെ പിടിച്ചോണ്ട് പോകാനൊന്നുമല്ലോ. ഞാൻ ഇവിടെ അത്യാവശ്യം CBSE ആയിട്ടുള്ള സ്കൂളാണ്. ഞാൻ പേരും കാര്യങ്ങളൊന്നും സ്കൂളിന്റെ പറയുന്നില്ല. അവിടെ ടീച്ചർമാർ ആയമാരെല്ലാം ഉണ്ട്. ജസ്റ്റ് ഒരു മിനിറ്റ് എന്റെ കൊച്ചിനെ കണ്ടു എന്ന് വെച്ചിട്ട് കൊച്ചിനെ, എൻ്റെ പൊന്നു സുഹൃത്തെ, അത് ഒരിക്കലും ആ സ്കൂൾ അധികൃതർക്ക് കാണിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടല്ലേ ആ കുട്ടിയെ ചേർത്തിരിക്കുന്നത്. അവിടെ ആരാണോ ചേർത്തിരിക്കുന്നത് അവർ പറയുന്നത് മാത്രമേ ആ സ്കൂളിന് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി അവിടെ നിന്ന് ആ സ്കൂളുകാരെ കൊണ്ട് ഇവരുടെ വീട്ടുകാരെ വിളിച്ചിട്ട് പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ, ആ പെർമിഷൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഇല്ലാത്തടത്തോളം കാലം കാണിക്കാൻ പറ്റില്ല. അത് സ്കൂളുകാരുടെ നിസ്സഹായാവസ്ഥയാണ്. ഇനി അതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഇപ്പം കുട്ടിയെ സ്കൂളിലേക്ക് ഞാൻ പോയി കാണാൻ വേണ്ടി ശ്രമിച്ചു, അപ്പോൾ കുട്ടിയെ കാണിച്ചു തന്നിട്ടില്ല, ഇതാണ് പ്രശ്നമെങ്കിൽ അവിടെ എവിടെയാണ് നമുക്കിപ്പം എൻ്റെ വീടിൻ്റെ വസ്തുവിൻ്റെ ഒരു അതിരിലൊരു പ്രശ്നം ഉണ്ടായി, അപ്പുറത്തെ തമ്മിലുള്ള വസ്തുവിൻ്റെ അതിരിൽ പ്രശ്നം ഉണ്ടായി. ആ അതിന് മറ്റേ അയാൾ എന്തെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മുടെ വസ്തുവിലേക്ക് കയറ്റി അങ്ങോട്ടേക്ക് വിചാരിച്ചോളൂ. വളരെ എക്സാമ്പിളായിട്ട് പറയാം, ഈ കല്ലുകൾ മാറ്റിയിടുകയും അതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേരിൽ നിന്ന് തെറി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തീരുമാനമാകും? ഒരിക്കലും ഇല്ല. അവിടെ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും, ഒരു കംപ്ലയിൻറ്റ് കൊടുക്കും, ഒരു പെറ്റീഷൻ കൊടുക്കും, രണ്ടുപേരും വിളിപ്പിക്കും. ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഇതുപോലെയാണ് കാര്യങ്ങൾ, എന്താ തീരുമാനമാവണം. ആവത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ രണ്ടാമത് പോലീസ് അത് കേസിടും, FIR ഇടും. അതിനുശേഷം നേരെ പോയി കോടതിയിലേക്ക് പോകും. കോടതിയിലേക്ക് പോയിട്ട് പിന്നെ കോടതിയിൽ വിളിക്കുന്ന സമയത്ത് കേസ് വരും, അതിനകത്ത് കോടതിയിൽ തീർപ്പുണ്ടാക്കും. അതാണ് തീർപ്പ്. ആ തീർപ്പ് വേണമെങ്കിൽ, ആ ജഡ്ജ്മെൻറ്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് കോടതിയിലേക്ക് എത്തണം. അങ്ങനെയല്ലേ അമലെ ഈ ഒരു കാര്യത്തിനകത്ത് എന്താണ് നിങ്ങൾക്ക് നീതി ലഭിക്കുക? നിങ്ങൾ കുട്ടിയെ കാണിച്ചു തരുന്നില്ല, നിങ്ങൾക്ക് നീതി നിഷേധിക്കുന്നു, നിങ്ങളുടെ കുട്ടിയെ ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങളുടെ പരാതിയെങ്കിൽ അത് കോടതി മുഖാന്തരമല്ലേ തീരേണ്ടത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങള്.
ഇവർ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഞാനിപ്പോ വന്നിട്ടാണ് വന്നത്. ഇവിടുത്തെ അച്ഛന്മാരെ കാര്യങ്ങൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ 3 മണിക്ക് ഇവിടെ വന്ന് നിന്ന് എന്റെ കൊച്ചിനെ കണ്ട് കൊച്ചിന്റെ അടുത്ത് വന്നു. ഇവിടെ വീട്ടുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കൂലേ, ലാസ്റ്റ് കേസാവൂലേ? അതൊരു പബ്ലിക് ആയിട്ടുള്ള പ്ലേസിൽ നിന്നും പറഞ്ഞ് പെണ്ണുങ്ങളുടെ കൂടെയാണ് ആളുകൾ നിൽക്കുള്ളൂ. ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ബാക്കിന് വില നിങ്ങൾ ആരെങ്കിലും ഈ കാണുന്ന ആളുകൾ തരുന്നുണ്ടോ? എല്ലാവരും കുറ്റപ്പെടുത്തിയാണ് നിൽക്കുന്നേ. എനിക്ക് ഒരു കുഴപ്പമില്ല, കൊച്ചിനെ കാണാൻ എന്നെ സമ്മതിച്ചിട്ടില്ല. ഈ പെണ്ണുങ്ങളുടെ ഭാഗത്ത് എന്നുള്ള സംഭവം അത് എനിക്ക് മനസ്സിലാകുന്നില്ല. പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഇപ്പം ഞാൻ ഈ ഒരു വിഷയത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്, ഇതിനകത്ത് അമലും അതുപോലെ തന്നെ കുഞ്ഞാറ്റയും രണ്ടുപേരും രണ്ടായിട്ട് മാറി. ആ കുട്ടി കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ട സാഹചര്യമായിരുന്നു, ബട്ട് ഞാൻ അത് ചെയ്തിട്ടില്ല, പകരം ജീവിതം തിരഞ്ഞെടുത്തു, ഞാൻ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു, ഡിവോഴ്സ് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഡിവോഴ്സിലേക്ക് നിങ്ങൾ നടന്നു പോകുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിനുശേഷം ഒരുപാട് സോഷ്യൽ മീഡിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെളിവാരിയ റീലുകൾ, വളരെയധികം നിരന്തരമായിട്ടുള്ള വളരെ ദേഷ്യത്തോടും വിഷമത്തോടും വൈകാരികമായിട്ടുള്ള സംഭവം, സ്വാഭാവികമായിട്ടും ആ ഒരു സംഭവം മനസ്സിലാക്കാൻ പറ്റും. രണ്ട് ഭാഗത്തു നിന്നുണ്ടായി, അത് സംസാരിച്ചു, അതിനുശേഷം നിങ്ങൾ ഡിവോഴ്സിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതിനുശേഷം ആ കുട്ടിയുടെ കാര്യത്തിൻ്റെ അകത്താണ് തർക്കമെങ്കിൽ അതിന് കോടതിയല്ലാതെ ഒരു പരിഹാരമില്ല. ഒരിക്കലും ഈ ഒരു കാര്യം കോടതിയിലല്ലാതെ പരിഹരിക്കപ്പെടത്തില്ല. എവിടെ പരിഹരിക്കപ്പെടും? സോഷ്യൽ മീഡിയക്കകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ സോഷ്യൽ മീഡിയക്കകത്ത് സംഭവം ഉണ്ടാകത്തില്ല. പെണ്ണാണ് ആണാണെന്നുള്ളത് കാര്യമല്ല. അമലിൻ്റെ ഭാഗത്ത് ന്യായമാണ്. സോഷ്യൽ മീഡിയ, യൂട്യൂബ് ചാനലുകാരും മറ്റുള്ളവരെല്ലാവരും ഈ കുഞ്ഞാറ്റയാണ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെ അമൽ വിചാരിക്കുക. അമലിന് നീതി കിട്ടേണ്ടത് ഈ യൂട്യൂബിൽ നിന്നാണോ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയക്കകത്ത് വീഡിയോ ചെയ്യുന്ന ഈ സോക്കോൾഡ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ സൈഡിൽ നിന്നാണോ? ഒരിക്കലുമല്ല. അമലിന് നീതി കിട്ടേണ്ടത് കോടതിയിൽ നിന്നാണ്. ആ കോടതിയിലേക്ക് പോകണം എന്നുള്ളത് വളരെ വിനീതമായിട്ട് ഞാനും പറയുകയാണ്. അത് നിങ്ങൾ അങ്ങനെയാണ് അതിൻ്റെ അകത്തൊരു റൂട്ട് കിടക്കുന്നത്. അല്ലാതെ ആരും പ്രത്യേകിച്ചിട്ട് ഇപ്പം മറ്റൊരാളെ പിടിച്ച് സപ്പോർട്ട് ചെയ്തെന്ന് വേറെ ആരുടെയും PR പരിപാടികളൊന്നും അല്ല. ഇനി എനിക്ക് കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് കോടതിയുടെ തീരുമാനങ്ങളും കാര്യങ്ങളും കിട്ടിയതിനു ശേഷം മാത്രമേ ഞാൻ വരുള്ളൂ. എനിക്ക് പട്ടിയെ പോലെ ആൾക്കാരുടെ മുമ്പിൽ ഓച്ചാനിച്ച് എന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി നിൽക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ പോകാത്ത, എനിക്ക് അവരുടെ വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഓച്ചാനിച്ച് നിൽക്കാൻ വയ്യ. ഈ വീഡിയോ കാണുന്ന ആളുകളും ഈ ഉണ്ടാക്കുന്ന ആളും ഒരു കാര്യം ചിന്തിക്കാം, ഞാൻ അവന്റെ അപ്പനാണ്. ഞാൻ ക്രിമിനൽ അല്ലെങ്കിൽ ഞാൻ ആരെ കൊന്നിട്ടില്ല, എന്നെ കാണിച്ചു തരുന്നില്ല. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ അമലെ നീ കൊച്ചിനെ കാണാൻ വേണ്ടി പോകാഞ്ഞിട്ടല്ലേ പൊക്കൂടെ എന്ന്. നിങ്ങളൊരു കാര്യമാണ്, ഞാൻ അവൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ അവനും തമ്മിലുള്ള ഒരുമിച്ചിരുന്ന സമയത്ത് എന്റെ കൂടെ ആയിരുന്നു കേട്ടോ. അവൻ മെയ് തൊട്ട് മെയ് 10-ാം തീയതി അവന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് തൊട്ട് ആഗസ്റ്റ് വരെ എന്റെ കൂടെ ആയിരുന്നു. അവൻ ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ പോലും ഞാൻ ഡെയിലി എത്ര തവണ കാണാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതേ എല്ലാം കൂട്ടാൻ ഇരിപ്പുണ്ട്. അവൻ ഇപ്പോഴേ കാണണം. എപ്പോഴും ഞാൻ ഒരു ദിവസത്തിന് 3 കാരണം എനിക്ക് അവൻ അത്ര ഇമ്പോർട്ടന്റാ. എനിക്ക് ഈ ലോകത്ത് വേറെ ആരെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ കൊച്ചിനെയാ. പക്ഷെ എന്റെ കൊച്ചിന് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ എല്ലാവരും പോയി കുഞ്ഞിന്ന് അല്ലെങ്കിൽ എല്ലാവരും മുമ്പിൽ ഇറക്കാൻ എനിക്ക് വയ്യാത്തോണ്ടാ പോവാത്തെ. നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്നും അല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ എന്ത് വിശ്വസിച്ച് ഞാൻ ആ വീട്ടിലോട്ട് പോയി കയറും? ഞാൻ എന്റെ 3 വയസ്സുള്ള കൊച്ചിന് മദ്യം കൊടുത്തു നേരെ പറഞ്ഞ് അതും വരെ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട് അവര്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് നമുക്ക് കമൻറ്റ് ചെയ്യുന്നതിൽ പരിമിതികളുണ്ട്. കാരണം ഇതിനകത്തുള്ള ഈ പറയുന്ന ഇപ്പം കുഞ്ഞിനെ അത് കൊടുത്തു ഇത് കൊടുത്തു എന്നുള്ള കാര്യത്തിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ഉൾപ്പെട്ട അതിനകത്ത് ഉള്ളതോ ഇല്ലാത്തതോ കാര്യത്തിൻ്റെ അകത്ത് നിങ്ങൾ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുടെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻസ് ആണ്. അതിനകത്ത് അതില്ല എന്നും അത് ഉണ്ടെന്നും പറയാനുള്ള ആളെന്നും നമ്മൾ ആരുമല്ല, പ്രത്യേകിച്ച് ഞാൻ അതിനകത്ത് ആളൊന്നുമല്ല. അതുകൊണ്ട് അമലെ ഇതിനെ നിയമപരമായി നേരിടൂ അമലെ എന്നേ പറയാനുള്ളൂ. ഇവിടെ കമൻറ്റ്, ശരിക്കും കൊച്ചിൻ്റെ അമ്മ കൂടിയില്ലാത്തപ്പോൾ അച്ഛൻ്റെ കൂടെ അല്ലേ കുട്ടി നിൽക്കേണ്ടത്? കുറഞ്ഞ പക്ഷം കുട്ടിയെ കാണിച്ചു കൊടുക്കുകയെങ്കിലും വേണ്ടേ? പണ്ട് ഈ പെണ്ണ് നഴ്സിങ്ങിന് പോയിരുന്നല്ലോ, അന്ന് അമൽ അല്ലേ കുട്ടിയെ നോക്കിയിരുന്നത്? അന്നും ചാനലിൽ വന്ന് അമലിനെ ഒരു കുറ്റകഥാപാത്രമാക്കിയിട്ടുണ്ട് എന്നും കരഞ്ഞുകൊണ്ട് വരുമായിരുന്നു അല്ലോ എന്ന്. കുടിച്ച് കുണം തെറ്റി നടക്കുന്ന ഇവനെ എന്തുറപ്പിച്ചു കൊടുക്കും? ഇവൻ തന്നെയാണ് ആ കുഞ്ഞിനെ നോക്കിയത്. അന്ന് അവളുടെ അമ്മ നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്ന് അവൾ തന്നെ പറഞ്ഞതാണ്. സ്വയം നോക്കാൻ പറ്റാത്ത ഇവൻ കുഞ്ഞിനെ എങ്ങനെ നോക്കും? രണ്ട് തരം അഭിപ്രായം അമലിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ കിടക്കുന്നുണ്ട്. കുഞ്ഞിനെ കാണാൻ സമ്മതിച്ചില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോവുക, അച്ഛൻ്റെ അവകാശമാണ്, മകൻ നിയമപരമായി മുന്നോട്ട് പോകുന്നു. നിയമപരമായി മുന്നോട്ട് പോകുക അതിനകത്ത് ഒന്നുമില്ല. ലോക കള്ളിയാണ് കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ ആ പെണ്ണുമ്പിള്ള ഏത് പെണ്ണുമ്പിള്ള? ഈ ലോക കള്ളിയാണ് കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ ആ പെണ്ണുമ്പിള്ളവോ? അങ്ങനെ കുഞ്ഞാറ്റ കള്ളം പറയുന്നുണ്ട്. എന്തായാലും അച്ഛനല്ലേ വിഷമം കാണും എന്ന് പറയുന്നു. സ്കൂളിൽ വെച്ച് കുട്ടിക്ക് കാണാൻ സമ്മതിക്കുമോ? ഇത് ലീഗലി നടക്കുന്ന ഒരു കാര്യമല്ലേ? കുഞ്ഞാറ്റയുടെ പേരൻസിൻ്റെ പ്രസൻസിലല്ലേ കാണാൻ പാടുള്ളൂ? റിയലി അതാണ് നിയമം. ഒരു കൊച്ചിന് അപ്പനില്ലാതാക്കും അവൾ എന്നൊക്കെ പറയുന്നു. ഓക്കെ, മാൾട്ടയിൽ നിന്ന് സ്റ്റെപ്പ് ഫാദർ വരും. മാൾട്ടയിൽ സ്റ്റെപ്പ് ഫാദറോ എന്തൊക്കെയോ പറയുന്നു. ഇനി കോടതി തീരുമാനങ്ങൾ അറിഞ്ഞിട്ട് മതി. കുഞ്ഞാറ്റ ഇത്രയും കള്ളം പറഞ്ഞ് ജീവിക്കുന്നത്, ഇവനെ കള്ളം പറഞ്ഞിട്ട് നന്മമരമായിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായി അവൾ കള്ളം പറയുന്നതാണെന്ന്. ആൾക്കാരെല്ലാം ഒരു ഉൾട്ടാ സെറ്റപ്പിലേക്ക് മാറുന്നുണ്ട്. ആൾക്കാരെല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത് കുഞ്ഞാറ്റ ഈ പുള്ളിക്കാരനെ പറഞ്ഞു പറ്റിക്കുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെയാണ്. ഇപ്പോൾ കുഞ്ഞാറ്റ ഇതിൽ കളിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. കുഞ്ഞാറ്റ പറയുന്ന നുണകളാണ് എന്ന് മനസ്സിലായി. സാരമില്ല ഇച്ചായ, ഇത് നിയമപരമായി മുന്നോട്ട് പോകണം.
അമലെ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ഇനിയും നിന്നെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തികളുടെ ഫേക്ക് ഐഡിയിൽ നിന്നുമായിരിക്കും. ഒരൊറ്റ കാര്യം സ്നേഹം കൊണ്ട് പറയുക, എല്ലാം ഉപേക്ഷിച്ച് വരാമെന്ന് പറഞ്ഞാൽ പോലും പോയവരെ ഇനി കൂടെ കൂട്ടരുത്. അനുഭവങ്ങളെ പാഠങ്ങളായി കണ്ട് മുന്നോട്ട് പോകുക. നീ രക്ഷപ്പെട്ട നിന്റെ ഭാഗ്യം. ഇനിയും ആ കുഴിയിലേക്ക് നീ പോയാൽ കൂടെ ഒരാൾ ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെ തിരിച്ചു വരാനും കഴിഞ്ഞെന്ന് വരത്തില്ല. എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇപ്പം പുള്ളിക്കാരൻ്റെ സൈഡിൽ അത് അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവര് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ ഞാൻ എന്ത് വിശ്വസിച്ച് ആ കൊച്ചിനെ കാണുന്ന പേരിൽ ഞാൻ ആ വീട്ടിൽ പോയി കയറും. അതുകൊണ്ട് തന്നെ ഞാൻ പോവാത്തെ. നാളെ ഒരു കേസും കാര്യങ്ങളും വന്നു കഴിയുമ്പോഴത്തേന് ഈ പറയുന്ന നിങ്ങൾ തന്നെ പറയും, അമല് കാണാൻ പോയി അവിടെ പറഞ്ഞ അപ്പോഴും ഞാനല്ലേ അവിടെ ഇതാവുന്നേ. എല്ലാവർക്കും ഇട്ട് കുത്താനും എല്ലാവരും ഇട്ട് പഴിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു വസ്തുവായിട്ട് മാത്രം എന്നെ വെക്കല്ലേ. ഞാനൊരു മനുഷ്യനാണ്. അത് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക. ഞാൻ ആരെയും കൊന്നിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ആരെ നശിപ്പിച്ചിട്ടോ ഒന്നും ചെയ്തില്ല. ഞാൻ ആർക്കെങ്കിലും ഒരു വിവരം ഉണ്ടാക്കി ഞാൻ ആരെങ്കിലും വീട്ടിലോട്ട് വന്നിട്ടുണ്ടോ? ഈ പറയുന്ന ആളുകൾ പെണ്ണ് കിടന്ന് കരയുമ്പോ അല്ലെങ്കിൽ പെണ്ണ് കിടന്ന് പറയുമ്പോഴത്തേന് ഒരു ആളെയും മൊത്തത്തിൽ ഇങ്ങനെ ആക്കല്ലേ. എനിക്ക് എന്റെ കൊച്ചിനെ കാണാൻ അത്ര ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പുള്ളിക്കാരൻ്റെ അതിവൈകാരികമായ സംഭവമാണ്. സ്വാഭാവികമായിട്ടും അതിന് കുട്ടിയെ കാണാനുള്ള സംവിധാനമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതി വഴിയല്ലാതെ നടക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ പരിമിതമായ അറിവ്. കാരണം ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ചില സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിയമപരമായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്നവർ. അപ്പം മനസ്സിലാക്കാൻ പറ്റിയത് ഇത് തന്നെയാണ്, അവർ പറഞ്ഞത് തന്നെയാണ്. നിയമപരമായിട്ടല്ലാതെ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകത്തില്ല. അങ്ങനെ ഇരിക്കെ അമൽ ആ ഒരു കാര്യത്തിലേക്ക് നീങ്ങണമെന്ന് മാത്രമാണ് വിനീതമായിട്ട് പറയാൻ ഉള്ളത്. അല്ലാതെ പെണ്ണായതുകൊണ്ട് പ്രത്യേക പ്രിവിലേജ് കാണിച്ചിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലൊന്നുമല്ല. അതിനകത്ത് ആ കുട്ടിയുടെ ഭാഗത്തൊരു ന്യായമുണ്ടെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഞാൻ ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ കുട്ടിയെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് താങ്കളുടെ പരാതിയെങ്കിൽ തീർച്ചയായിട്ടും അതിന് കോടതിയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുന്നു. അതല്ലാതെ വേറെ വഴിയില്ല. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം. ഇതിനകത്ത് മറ്റൊരു ലൂപ്പ് ക്രിയേറ്റഡ് ആവുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്തായിരുന്നാലും കാത്തിരുന്ന് തന്നെ കാണണം ഇനി അടുത്ത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. നിങ്ങൾ പറയൂ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്. ബൈ.